अच्छा अच्छा श्रीनगर बारामूला श्रीनगर। श्रीनगर जाने के लिए कितना था? कितनी सवारी है सर? 2 आदमी के लिए। चलो बैठो बैठो। नहीं 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 ट्रेन जाने के लिए। अच्छा ट्रेन से हाँ रेट कितना आता है? रेट इधर से हाँ इधर से श्रीनगर जाएगा 800 रुपये आएगा एक आदमी के लिए। अच्छा तो उधर जाने के लिए कितना टाइम लगेगा? श्रीनगर सर? हाँ श्रीनगर श्रीनगर तक लग जाएगा सर 6 घंटा अगर रास्ता क्लियर होगा। रास्ता में क्लियर एक परमिशन कुछ चाहिए जाने के लिए? हमारे पास गाड़ी है एक्चुअली, जी सर। बाइक है तो उधर जाने के कोई कुछ पास लेना कुछ नहीं ना? तो आपको डिपार्टमेंट से करना है मेरे साथ। हाँ कोई पास कहीं नहीं है। हाँ सही ओके कोई पास नहीं अब। हाँ आराम से जा सकता है ठीक है। कोई है कोई उधर चेक पॉइंट्स रहेगा ना? हैं डॉक्यूमेंट चेक करेंगे बस। बस उतना ही बस ഓക്കെ താങ്ക് യു ബോസ്. അങ്ങനെ നമ്മ നേരെ ശ്രീനഗർ വെച്ച് പിടിക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് നല്ല അടിപൊളി ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് തട്ടി ഫുഡൊക്കെ സെറ്റാക്കി വയറൊക്കെ സെറ്റാക്കിയതിന് ശേഷം യാത്ര ചെയ്യാം അല്ലേ? ജമ്മുവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു പാലസ്. ഇതൊരു മ്യൂസിയം പാലസ് ആണ്, അമർ മഹൽ എന്നാണ് പറയുന്നത്. ഇത് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. നല്ല അടിപൊളി സ്ഥലം. അങ്ങനെ ഡ്രൈവ് ചെയ്ത് അവസാനം രാത്രിയായപ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു ഒരു രസകരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. കയ്യൊക്കെ കൂച്ചി പിടിച്ച് തണുപ്പ് കാരണം തണുത്ത കാറ്റ് അടിച്ച് അവസാനം ഒരു തണൽ തേടി ഞങ്ങളിത് മേപ്പിൾ റിസോർട്ടിൽ കയറി റൂം എടുത്ത്. തൊട്ട് മുമ്പ് തന്നെ നല്ല അടിപൊളി ചായക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ചെറിയ രീതിയിൽ ഡിന്നറൊക്കെ കഴിച്ച് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. കാരണം നല്ല തണുപ്പാണ്, നല്ല കാറ്റുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് ബനിഹാലാണ്. ജമ്മുവിൽ നിന്ന് നമ്മൾ നേരിട്ട് വരുമ്പോൾ പഹൽഗാം പോകുന്ന വഴിക്ക് തിരിയുന്നതിന് മുമ്പുള്ള ടൗൺഷിപ്പാണ്, ഹൈവേ തന്നെ ഉള്ളത്. അത്യാവശ്യം സൗകര്യമുള്ള റൂമുകളൊക്കെയാണ്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ സേഫ്റ്റി കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, നല്ല ക്ലീൻ ആയിരുന്നു. ഞങ്ങളിവിടെ വന്ന് വെച്ച് വാരിട്ടതാണ് കേട്ടോ. കാരണം ബൈക്കിൽ നിന്ന് വന്ന് വയ്യാണ്ടായി ഡ്രൈവ് ചെയ്തിട്ട് 100-300 കിലോമീറ്റർ ഡ്രൈവ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം. റൂമിൽ എന്താ പറയുക, ബാത്റൂമിൽ ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂമിൽ ചെറിയൊരു ബ്ലോവർ ഉണ്ട്, ഹീറ്റർ. അപ്പോൾ ഇതൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 1200 രൂപയാണ് ഒരു ദിവസത്തെ റെൻറ്റ്. അപ്പോൾ ഇതാണ് ജമ്മു കാശ്മീർ ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഹോട്ടലാണിത്. അമ്പോ എൻ്റെ ബൈക്കിൻ്റെ മുകളിൽ പൊടി കണ്ട. ഇത് വരണ വഴിക്ക് ഫുള്ള് കൺസ്ട്രക്ഷൻ. അതായത് ജമ്മുവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 100 കിലോമീറ്ററോളം കൺസ്ട്രക്ഷൻ സൈറ്റുകളാണ്. പുതിയ പാലങ്ങൾ ഉണ്ടാക്കുന്നു, ഡൈവേർട്ട് ചെയ്യുന്നു, ചെളിക്കുണ്ടിലൂടെ വണ്ടി ഓടിക്കുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ ഓടിച്ച് കംപ്ലീറ്റ് മണ്ണാണ്. ബാഗിൻ്റെ ഉള്ളിൽ മണ്ണ് കയറി. ജമ്മുവിൽ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പ്രിഫറൻസ് എപ്പോഴും ഇങ്ങനത്തെ ഹോട്ടൽസിൽ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഹോട്ടൽസാണ്. അടിപൊളി സെറ്റപ്പ് തന്നെയാണ്. വലിയ എന്താ പറയുക, പോഷല്ല എന്നാലും നോർമൽ ഒരു നല്ലൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന സ്ഥലം. അടിപൊളി സ്ഥലം. ബനിഹാളിൽ ആൾക്കാർ ഉണർന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടേക്കും ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ 8 മണി ആവാറാവും ഓൾമോസ്റ്റ്. നല്ല അടിപൊളി വൈബ് സ്ഥലമാണ്. പക്ഷേ എന്താ പറയുക, ഒറ്റ പ്രശ്നമുള്ള ഈ പൊടി. ഈ ഹൈവേയിൽ നിന്ന് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന കാരണം ഈ റോഡ്, ഈ ഏരിയ ഫുള്ള് പൊടിയാണ്. ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ ഫുള്ള് പൊട്ടി പടർന്ന് ഒരു വല്ലാത്തൊരു സിറ്റുവേഷനാണ്. ആ ഒരൊറ്റ പ്രശ്നമുള്ളൂ.
ക്ലൈമറ്റ് ഒക്കെ നല്ല സൂപ്പർ ക്ലൈമറ്റ്. ഈ ഹോട്ടലിന് തൊട്ടടുത്ത് പോകുന്ന ചെറിയൊരു ചാല് പോലുള്ളൊരു സംഭവമാണ്. രണ്ട് സൈഡിലും ഇതെന്താണ്, വീടാണോ കടയാണോ ഒരു പിടുത്തമില്ല. നടന്നു പോകാനായിട്ട് രാവിലെ പറ്റുമ്പോൾ താരത്. ആക്ച്വലി ഈ സ്ഥലം ഉണ്ടല്ലോ, ഇതിന് ചുറ്റും മലകളാണ് കേട്ടോ. ഒരു സൈഡിലൊരു റിവർ പോലെ പോകുന്നുണ്ട്. പക്ഷെ അത് കാണിച്ചു തരാൻ പറ്റുന്നൊരു ആൾട്ടിറ്റ്യൂഡിലല്ല ഞാൻ നിൽക്കുന്നത്. പക്ഷെ ഒരു മലേൻ്റെ അടിഭാഗത്താണ് നമ്മൾ. चाय कब मिलता है अभी? आपको एक कप देना कि नहीं? एक कप, अभी 2 आदमी है, एक और आदमी है. नॉर्मली कितने बजे होता है? अभी आधा घंटा लगेगा, उसके बाद परोठा चलेगा. अच्छा, हाँ. तो अभी टाइम कितना है? अभी सर इसमें टाइम नहीं है मेरे को. टाइम नहीं है ऐसे, 25 नहीं मिनट सुबह चलेगा. से, सुबह से कितने बजे खोलता है वही मैं पूछ रहा हूँ. अच्छा अच्छा, तो ये कितने बजे ये ढाबा कितने बजे खोलता है? समझे ये 7 बजे. हाँ 7-7:30 बजे खोलता है क्या? ओके. आज थोड़ा है ना रोजे का टाइम. 6 बजे उठ भी जा. हैं? 6 बजे उठ भी जा. सोते सोते करो. अच्छा, चलो बैठो, कोई बात ओके. नहीं. आप कहाँ गए हैं सर? मैं केरला से. वो कहाँ पर पढ़ रहे हैं? वही इंडिया के लास्ट एंड पे. केरला. हाँ. आप लोग उधर के लोग बहुत अच्छे होते हैं. अच्छा. मैं गया ना, बाहर गया मैं. हाँ. मेरे को सब पता है बाहर के बंदे कैसे होते हैं और इसका और कदर कैसा होता है. हाँ हाँ. इंसान का कदर करता है उधर. बाहर जो वाले बंदे हैं ना, हाँ. वो दूसरे को समझता है ये इंसान है. जो लोकल है ये नहीं समझता दूसरे को. ऐसा है क्या? ओके. हाँ. जो भी आते हैं खाना खाने के लिए हाँ. बहुत इज्जत मांग करते हैं हमारी. अच्छा. परसों यहाँ आया अंग्रेज, बहुत हाँ. अच्छे था. हाँ. मगर सबसे दुनिया में सारे इंडिया को जाओ, हाँ. मगर जो ये अंग्रेज है ना, हाँ. ये होता है खुजदिल. हाँ. ओके, समझ गया. ओके. समझ आए ना? हाँ. 2 कप कौन सा कॉफी? चाय. की चाय अभी के लिए एक कप बस. अच्छा. वो दूसरा सो रहा है अभी, वो उठेगा तो वापस आएगा. बैठो जी, बैठो. അപ്പോൾ ഒരു 7-7:30 ആകുമ്പോൾ ഇവിടെ കട തുറക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ തുറന്ന് വരണേ ഉള്ളൂ രാവിലെ. സമയം 7 മണിയാണ്, ഓൾമോസ്റ്റ് 7 മണിയാണ്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല ഇതർ റുക്കേഗാ तो बहुत गरम होता है. രാവിലെ തന്നെ കഴുതപ്പുറത്ത് ലോഡ് കയറ്റി പോകുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നൊരു വാഹനമാണ് കേട്ടോ, ലോഡ് കയറ്റി കൊണ്ടുപോകാനായിട്ട്. കേട്ടോ, എല്ലാവരുടെ കയ്യിലുണ്ടാവും. जो आते हैं ना खाना खाने बाहर के लोग, हाँ. हमें बहुत अच्छे लगते हैं. अच्छा. हम खुश होकर और बहुत नज़ारे लेते हैं उसके बाद. अच्छा. ओके. पैसे पूछे की बात है ठीक है जी. वैसे पैसे पूछे की मैं कोई बात नहीं होती. बात नहीं होती. अच्छी चीज़ देते हैं तो उनको. हाँ जी. पता नहीं मैंने कभी बोली था मैं प्लेट खाड़ी जी कितने दे दिया तो. അവരുടെ ഭാഷയിൽ എന്തോ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് ദിവസം തുടങ്ങാമല്ലേ.